ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് ഇ. ഇന്ന് ലിസണിങ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു കൊച്ചു ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൃത്യമായിട്ട് ലിസണിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. OETയുടെ 4 മൊഡ്യൂളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, എത്ര നാൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ OET എനിക്ക് എഴുതാൻ പറ്റും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചു, ഞാൻ എക്സാം എഴുതാറായോ, അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതുവാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊച്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതിനായിട്ട് ആൾ പറഞ്ഞത് കൊച്ചിൻ്റെ 2 സ്റ്റുഡൻസ് കൂട്ടുകാരാണ്. അവർ എക്സാം എഴുതി, അവർ 2 പേരും പാസ്സായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ എത്ര കാലയളവാണ് പഠിച്ചത്. എൻ്റെ അടുത്ത് പഠിക്കാൻ എന്നിട്ട് 20 ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 60 ഡേയ്സ് പഠിച്ചു, അതും ഓഫ്ലൈനായിട്ടാണ് പഠിച്ചതെന്നുള്ള ഒരു ആൻസറാണ് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതാണ് ഒരു റൈറ്റായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതിൻ്റെ മൊത്തം ഘടകമല്ല കേട്ടോ. ഒരു കാരണം ഇതാണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു 60 ഡേയ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ് എടുത്തെഴുതാവുന്നതാണ്. ഇനി 60 ഡേയ്സ് പഠിച്ചാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് നമ്മൾ തന്നെ അസസ് ചെയ്യണം. നമ്മുടെ ട്രെയിനർ നമ്മളെ അസസ് ചെയ്താലും അതിലും കൂടുതലായിട്ട് നമ്മൾക്ക് തന്നെ നമ്മളെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കാണ് കൂടുതലായിട്ട് അറിയാവുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ടിക്ക് ഇടുന്നത്, അല്ലേ? റീഡിങ് ലിസണിങ് നമ്മൾ തന്നെയാണ് നമ്മുടെ ആൻസർ ടിക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം സത്യസന്ധമായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡെയിലി എത്ര ആൻസർ ഉണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ മെറ്റീരിയൽ നമ്മൾക്ക് ഇച്ചിരി പാടാണ് നമ്മൾ ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ മാക്സിമം ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 28, 29 ഒക്കെ കിട്ടും ചില ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. മേ ബി ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ സം ആൻസൈറ്റി, ടെൻഷൻ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ളതായിരിക്കും ആ ഒരു സ്കോറിലോട്ടേക്ക് പോയിരിക്കുന്നത്. ചിലപ്പോൾ മെറ്റീരിയൽ വിൽ ബി മോർ ടഫ്. അപ്പോൾ ആ ഒരു അങ്ങനെ നോക്കണ്ട. അല്ലാതെ റെഗുലറായിട്ടൊന്ന് നമ്മൾ ചെയ്യുന്നതിന് നമ്മളൊരു ബുക്കിനകത്ത് നമ്മൾ ഡേറ്റ് ഇട്ടിട്ട് ഈ ദിവസം ഞാൻ ഇത്ര മെറ്റീരിയൽ ചെയ്തു, എനിക്ക് ഓരോ മെറ്റീരിയലിനും എത്ര ചെയ്തപ്പോൾ എത്ര മാർക്കുണ്ട്, ഇത് നമ്മളെപ്പോഴും ഒന്ന് കുറിച്ചിടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ അസസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരൊറ്റ മെറ്റീരിയലാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നു പോകുന്നത്. ഇറ്റ് ഈസ് മേ ബി ബിക്കോസ് ഓഫ് നമ്മുടെ ടൈം ഇല്ലാത്തത്, നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലായിരിക്കും ഒരു മെറ്റീരിയലായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുക. ഒരു മെറ്റീരിയൽ നമ്മൾക്ക് സഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും അല്ല, ഒരു മെറ്റീരിയൽ ചെയ്യുന്നത് സഫിഷ്യൻ്റ് അല്ല. നമ്മുടെ അടുത്ത് പല കാറ്റഗറിയിലുള്ള കുട്ടികൾ വരാറുണ്ട്. ഒറ്റ മെറ്റീരിയൽ മാത്രം ചെയ്യുന്നത് കൊണ്ട് വളരെയധികം സ്കോർ ഇമ്പ്രൂവ് ആകുന്ന കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മെറ്റീരിയൽ, ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ ഒരു ദിവസം ചെയ്താൽ മാത്രം ഒരു 1 മന്തും കൊണ്ട് OET ക്രാക്ക് ചെയ്യാൻ പാകത്തിനാകുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ തന്നെയാണ് അറിയുക. ഞാൻ ഒരു ദിവസം എത്ര മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അത് ആദ്യം തന്നെ അസസ് ചെയ്യണം. നമ്മളുടെ അസസ്മെൻ്റ് അനുസരിച്ചാണ് നമ്മൾ OETക്ക് ഡേറ്റ് എടുക്കുക. അല്ലാതെ എൻ്റെ കൂട്ടുകാരിക്ക് ഡേറ്റ് എടുത്തു, അവൾക്ക് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതല്ല നിങ്ങളുടെ ഒരു കൺസേൺ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, നിങ്ങളുടെ കഴിവെന്താണ്, അത് എപ്പോഴും ചിന്തിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ട്, നിങ്ങൾ റെഗുലർലി എത്ര മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും ചെയ്യുന്നതിൻ്റെ മാർക്ക് എത്രയാണ്, നിങ്ങളെ തന്നെ അസസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു സ്കോർ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് എഴുതുക. അല്ലാതെ എപ്പോഴും എൻ്റെ കൂട്ടുകാരിക്ക് എഴുതിയപ്പോൾ കിട്ടി, അവൾക്ക് കിട്ടിയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കിട്ടില്ല, അതുപോലെ തന്നെ ഇത് ലക്കല്ല. നമ്മൾ പഠിക്കാൻ നമ്മൾ പോയി എഴുതിയാൽ നമുക്ക് കിട്ടില്ല, ലക്കല്ല. ഇനി കുറേ പേര് പറയുന്നൊരു കാര്യമാണ് ലക്കായിട്ട് കിട്ടുന്നതാണ്. ഇതെന്താണ് ലക്ക് എന്ന് പറയുന്നത്? എന്താണ്? അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എഴുതുന്ന എക്സാം ഡേയിൽ നമുക്ക് മെറ്റീരിയൽ ഈസി ആയിട്ടുള്ള വരണം. ഒന്ന്. രണ്ടാമത്തത്, ആ ദിവസം നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവണം. വി ഷുഡ് ബി വെരി ഹാപ്പി, വി ഷുഡ് ഹാവ് കോൺസെൻട്രേഷൻ. അതുപോലെ തന്നെ
എപ്പോഴും ഉണ്ടാകുന്നത്, നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ചിലവർക്കൊരു ഫാറ്റിഗ് ഉണ്ടാവാം, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. ആ ഫാറ്റിക് മൂലമായിരിക്കും അതുണ്ടാവുക, അല്ലെങ്കിൽ ഉറക്കം വരണുണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിലും നമ്മുടെ ആ ലക്കിനെ അത് ബാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വിത്തൗട്ട് പ്രാക്ടീസ് വി കുഡ് നോട്ട് അച്ചീവ് എനിത്തിങ്, അല്ലേ? വിത്തൗട്ട് ഹാർഡ് വർക്ക് നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ മെറ്റീരിയൽ ഒന്നും നമ്മൾ ശരിക്കും ചെയ്തിട്ടില്ല, ഇന്നൊരു പാട്ട് ചെയ്യും, ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഒരു പാട്ട് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പം 2 ബി പാട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഒരിക്കലും ലക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്തു മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് ലക്ക് അവിടെ ഇരിക്കട്ടെ, ലക്ക് ഉണ്ടായിക്കോട്ടെ, എല്ലാവർക്കും ലക്ക് വേണം. ലക്ക് ഈസ് എ ബിഗ് ഫാക്ടർ ഇൻ OET റിസൾട്ട്. പക്ഷേ അതവിടെ ഇരുന്നോട്ടെ, ലക്ക് അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ഹാർഡ് വർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡു എവറി ഡേ മെറ്റീരിയൽസ്. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ എല്ലാ ദിവസവും ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, നമ്മൾ സഫിഷ്യൻ്റ് ആണോ മെറ്റീരിയൽ ചെയ്യുന്നത്? അല്ല എന്ന് തന്നെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ഒരു മെറ്റീരിയൽ ചെയ്തു, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇനഫ്. അങ്ങനെയാണ് നമ്മൾ എ പാട്ടും ബി പാട്ടും ഒക്കെ നമുക്ക് യൂട്യൂബിൽ ലിസണിങ്ങിൽ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അല്ലേ? അപ്പോൾ എ പാട്ട് ബി പാട്ട് റെഗുലർലി എടുത്തിട്ട് ഒരു 3-4 എ പാട്ട് ഒരു സെറ്റ് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളൊരു 10 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അത് അറ്റ് എ ടൈം ഇരുന്നിട്ട് അങ്ങോട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഹാഫ് ആൻ അവർ ഇരിക്കുക. ആ ഹാഫ് ആൻ അവറിലൂടെ തന്നെ നമുക്കൊരു എയും ഒരു ബിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്കൊരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് സമയം കിട്ടുകയാണ്, ഒരു മെറ്റീരിയൽ ചെയ്യുക. പിന്നെ ഈവനിങ് ടൈം നിങ്ങൾക്ക് കിട്ടി, ഓക്കെ, ഒരു 2 മെറ്റീരിയൽസ്, 2 എ പാർട്ട് 2 ബി പാർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു 4 എ പാർട്ട് 4 ബി പാർട്ട് റെഗുലറായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. വിത്തിൻ 10 days യു ക്യാൻ സീ കുറേ ബെനഫിറ്റ്സ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. മിറാക്കിൾ തന്നെ സംഭവിക്കും, നന്നായിട്ട് അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സ്പീഡ് ഒട്ടുമില്ല എഴുതുമ്പോൾ. റൈറ്റിങ്ങിൻ്റെയൊക്കെ കറക്ഷൻ കൊടുക്കുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ ആം റൈറ്റിംഗ് ടു റെഫർ എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെരി സ്ലോ, അങ്ങനെയാണ് ചില കുട്ടികൾ. ഈ സ്ലോ. എന്നിട്ട് എപ്പോഴും പറയും, ഓക്കെ, എന്നെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച ട്രെയിനർ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു പോകുമായിരുന്നു. അത് നിങ്ങൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഞാൻ വളരെ നിർത്തി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ ഒത്തിരി നിർത്തി പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയും, ഓക്കെ, നന്നായിട്ട് നിർത്തി പറഞ്ഞു തരാണ്, നേരത്തെ ഉള്ളവർ ഓടിപ്പോവാണ്. ശരിക്കും ഞാൻ ചെയ്യുന്ന റോങ് ആണ്. അങ്ങനെ കുട്ടികളെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എഴുതിയെടുക്കത്തില്ല. അപ്പോൾ പഠിപ്പിച്ചതിന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് തന്നെ വിഷമം വരും, കൊച്ചു എഴുതിയെടുത്തില്ലല്ലോ, എഴുതിയെടുത്താലേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ശരിക്കും സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പഠിപ്പീരാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല വേണ്ട, കുറച്ച് സ്പീഡിൽ നമ്മളോട് പറയുമ്പോൾ അത് എഴുതിയെടുക്കണം. കാരണം അത് ലിസണിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ലിസണിങ് നമ്മൾക്ക് നല്ല സ്പീഡിൽ പറഞ്ഞു പോകുന്ന ഒന്നാണ്. മിക്കപ്പോഴും നമുക്ക് പാട്ട് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ കൊച്ചുങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, സമയം കിട്ടിയില്ല, എഴുതാനായിട്ട് സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത്? നമ്മൾക്ക് സ്പീഡില്ല, സ്പീഡിൽ ചെയ്ത് നമ്മൾ ശീലിച്ചിട്ടില്ല. പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കണം നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ പാട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ബിഫോർ ഗോയിങ് ടു ബെഡ് അല്ലെങ്കിൽ ഇൻ ദ മോർണിംഗ്, വെനെവർ യു ഹാവ് ടൈം, ഒരു 10 minutes അത് പെൻസിലും കൊണ്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. ഒരു പെൻസിലും എടുത്തിട്ട്, നല്ല ബുക്കൊന്നും വേണമെന്നൊന്നുമില്ല, കൊള്ളില്ലാത്ത ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലിസണിങ് നമ്മൾ ഓഡിയോ നമ്മൾ വെച്ചിട്ട് പ്ലേ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ആൻസർ മാത്രമല്ല, എന്താ വേർഡ്സാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ വൊക്കാബുലറി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു 10 വേർഡ്സ് കിട്ടണമെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഒരു 15 വേർഡ്സ് അങ്ങനെ കിട്ടും. ഇത് സ്പീഡ് പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ലിസണിങ്ങിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തേണ്ടത്. ഞാൻ ഫൈനലി ഇൻ എ നട്ട്ഷെൽ മൈ റിക്വസ്റ്റ് ഈസ് ടു എന്താണ്, നിങ്ങൾ ഡെയിലി ഒരു 4 എ പാർട്ട് ആൻഡ് 4 ബി പാർട്ട്, പിന്നെ സി പാർട്ട് ഒരു 1 ചെയ്താൽ മതി. സി പാർട്ട് രണ്ടും കൂടെ കൂടി 12 ആണല്ലോ ഉള്ളത്. സോ ഒരു 12 ആൻസേഴ്സ് ഫ്രം സി പാർട്ടും 4 എ പാർട്ട് ആൻഡ് 4 ബി പാർട്ട് റെഗുലറായിട്ട് ചെയ്യണം. അത് ലിസണിങ് കിട്ടാത്ത കുട്ടികൾക്ക്, ലിസണിങ് പാടുള്ള കുട്ടികൾക്ക്
ഇത് ചെയ്യണം. അത് ബിഗിനിങ് പീരീഡ് തൊട്ട് തന്നെ ചെയ്യണം. ഞാൻ ബിഗിനറാണ്, ഇന്ന് ഞാനൊരു 1 മെറ്റീരിയൽ ചെയ്താൽ മതി, പിന്നെ അങ്ങനെ കുറേ ദിവസം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഏകദേശം ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ചെയ്യാം. അങ്ങനെയല്ല, റെഗുലറായിട്ട് തന്നെ ലോട്ട്സ് ഓഫ് മെറ്റീരിയൽസ് ചെയ്യുക. എ പാർട്ട് ബി പാർട്ടിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. കാരണം അത് രണ്ടും കൂടി നമുക്ക് 30 ഉണ്ട് സ്കോർ അല്ലേ, 30 സ്കോറുള്ളത്. ഒത്തിരി ഇങ്ങനെ നമ്മൾ 4 മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എക്സാമിന് പോകുന്നതിന് മുന്നും ഈ എ പാർട്ടിൽ നിന്നും ബി പാർട്ടിൽ നിന്നും കൂടെ കൂടിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഒരു 28 ആൻസേഴ്സ് കുറഞ്ഞത് നമുക്ക് കിട്ടും, അത് കുറയില്ല. പിന്നെ സി പാർട്ട് എങ്ങനെയെങ്കിലും നമ്മൾക്ക് വേണ്ട സ്കോർ നമുക്ക് കിട്ടും. സോ ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ലിസണിങ് ഇഫ് യു പ്രാക്ടീസ് വെൽ. സോ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അധികം നീട്ടുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.